യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. പുതുവർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ നിമിഷമായി എപ്പോഴും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വാഗ്ദത്ത വചനഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മനോഹരമായ, വളരെ പോസിറ്റീവായ ഒരനുഭവം തരുന്ന വചനഭാഗമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന വലിയ വാഗ്ദത്ത വചനം. വചനപ്രകാരമാണ് യെശയ്യാ 43:18-19. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം പറയാ, ഇന്നലെ എന്തുമായിക്കൊള്ളട്ടെ, 2025 ഏതുമായിക്കൊള്ളട്ടെ, ദുഃഖമോ വേദനയോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയാ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല പുതുവർഷം മരുഭൂമിയിൽ നദി ഒഴുകുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം അനുഗ്രഹിക്കും. ഒപ്പം മറക്കരുത്, നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അനുസരിച്ച് ദൈവം നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇന്നലകളുടെ ദുഃഖങ്ങളും നെഗറ്റീവ് ചിന്തകളും ദൈവത്തിൻ്റെ പദ്ധതിയെ പരിമിതിപ്പെടുത്തരുത്. നിന്നുകൊടുക്ക്, നമുക്ക് നിന്നുകൊടുക്കാം. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ദിവസങ്ങളായി മാറും 2026. എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ മംഗളങ്ങൾ നേരുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം എല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി.